മലയാളികൾ അത്തപ്പൂക്കൾ ഇടണമെങ്കിൽ പൂക്കളൊക്കെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരണം. പൂക്കൾക്കാണെങ്കിൽ തീ പിടിച്ച വിലയും. ഞാനൊരു അത്തപ്പൂക്കൾ ഇടുന്ന ചേട്ടനെ കണ്ടെത്തിയിട്ടുണ്ട്. ചേട്ടൻ നല്ല അടിപൊളി അത്തപ്പൂവൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഈ പൂവിനൊക്കെ എത്ര രൂപ വില കൊടുത്ത് വാങ്ങിയത്? ആര് വാങ്ങിച്ചു? ഇത് വാങ്ങിയതല്ലേ? ഇത് ഞാൻ എടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയല്ലോ. ഇതെന്താ? ഇത് വെറും പേപ്പറായിട്ടാ. പേപ്പർ കൊണ്ടാണോ ഇത്രയും? പേപ്പറുകൾ. അത് ശരി. അപ്പം സാധാരണ നമുക്ക് ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് ഈ പൂക്കൾ വാങ്ങുന്നത്. ഭയങ്കര വിലയല്ലേ? വലിയ വിലയാ. കിലോ കണക്കിന് വിലയാ. ഓരോ കിലോയ്ക്ക് 2 കിലോ 3 കിലോ ഒക്കെ ഭയങ്കര വിലയല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെ ഒരു... അതെ അതെ, അത് തന്നെയല്ല ചേട്ടാ. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് വെയിലത്തിടാം, മാടത്തില്ല, വെള്ളം ഒഴുകി തളിക്കേണ്ട ഒന്നുമില്ല. എത്ര ദിവസം വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ 10 മുതൽ 10 ദിവസം വെള്ളം നമുക്ക് വീട്ടും ഒരേ ലെവലിൽ തന്നെ കിടക്കുകയും ചെയ്യും. ഇത് കണ്ടാ പറയില്ല കേട്ടോ, കാരണം ഇത് എടുത്തു മാറ്റാൻ പറ്റുന്നേ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഈ റെഡിമെയ്ഡ് പൂക്കളൊക്കെ നമ്മൾ ഈ കടകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ചേട്ടനാണോ അത് അവിടെ സപ്ലൈ ചെയ്യുന്നത്? അല്ലല്ല, ഞാനല്ല. അല്ല, ഇതിപ്പോ ചേട്ടൻ എന്റെ ഒരു ക്രിയേഷനിൽ ഞാൻ ഉണ്ടാക്കി വീട്ടിലേക്ക് വേണ്ടി ചെയ്തു വെച്ചത്. ഇതിപ്പോ നല്ലൊരു വരുമാനമാക്കുമല്ലോ ചേട്ടാ. ഇതിപ്പോ കണ്ടാൽ തന്നെ ഇതുണ്ട്. ഈ പൂക്കൾ കണ്ടപ്പോ തന്നെ നമ്മൾ ഒറ്റ നോട്ടം, അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റോറി ചെയ്യാന്ന് ഓർത്ത് വന്നത്. പൂക്കൾ കണ്ടപ്പോ തന്നെ ഒറ്റ നോട്ടത്തിൽ ഇത് ജമന്തി പൂക്കളായെന്ന് കരുതി, അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റോറി ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ തന്നെ ഇത് ചേട്ടൻ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ചേട്ടൻ എന്തായാലും ഇതിന്റെ വരുമാനമാർഗം അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മള് ഓണത്തിന് വേണ്ടി ചെയ്ത് പിന്നെ കുറെ പരസ്യചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടി നമ്മൾ റെഡിമെയ്ഡ് ചെയ്ത് വെക്കുന്ന. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്തപ്പൂക്കൾ ഇട്ട് എടുക്കാൻ ടൈം ആയിരിക്കും. ഒരു സ്റ്റാർട്ട് ചെയ്തൊരു വർക്ക് വരുന്ന സമയത്ത് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ തലേദിവസം തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കും. അതായത് ആ ടൈമിൽ ഷോട്ട് വെക്കുന്ന സമയത്ത് കയറ്റി വെക്കുക, ആർട്ടിസ്റ്റിനെ ഇരുത്തുക, അവിടെ ഇരുത്തി പൂ ഇടിക്കുക, അവരുടെ ഒറിജിനൽ പൂ കൊടുക്കും, സൈഡിൽ കൂടി ഇട്ടാൽ മതി എന്ന് പറയും. ഇതേ സെയിം കളറുകളൊക്കെ വെച്ച്. ചേട്ടന്റെ പേര് എങ്ങനെയാണ്? അജിത്ത് പുതുപ്പള്ളി. പുതുപ്പള്ളി. കോട്ടയം പുതുപ്പള്ളി സ്വദേശിയാണ് അജിത്ത് പുതുപ്പള്ളി അല്ലേ? ഇത് നമുക്ക് എവിടെ വേണം, സിറ്റ് ഔട്ടിലോ ഹാളിലോ മുറ്റത്തോ വഴിയിലോ. ഇതിപ്പോ ഈ സെലിബ്രേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഇതങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ. ആ ടൈമിൽ വെച്ചാൽ മാത്രം മതി ചേട്ടാ നമുക്ക്. ആ സമയത്ത് അല്ല, കാരണം ചേട്ടൻ അതിന്റെ വർക്ക് ചെയ്തേക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ്. ചേട്ടൻ തന്നെയാണ് ഡിസൈൻ ചെയ്തത് തന്നെയാണ്. പലതരത്തിലുള്ള ഡിസൈൻ. അതായത് നമ്മൾ ഒരു കളറിൽ ചെയ്യുമ്പോൾ ആ ഡിസൈൻ വരച്ചിട്ട് അപ്പൊ ആ കളർ മൊത്തം ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്തിട്ട് അതിന് മാച്ച് ചെയ്യുന്ന കളറുകൾ നമ്മൾ അടുത്ത് ചെയ്യുക. പൂവിന്റെ മോഡൽ കളർ പേപ്പറുകൾ, അതായത് ഇതുപോലത്തെ പേപ്പറുകളൊക്കെ വെട്ടി നമ്മൾ ചെയ്യുന്നത്. കടലാസ് പേപ്പർ. ഇത് വളരെ വർണ്ണക്കടലാസ് വിലക്കുറവാണ്. നമുക്ക് സിമ്പിൾ ആണ് ഈ സംഭവങ്ങൾ. ഇത് കടകളിലേക്ക്, ഫാൻസി കടകളിലൊക്കെ കിട്ടും. അതിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇത്തരത്തിലുള്ള ഇത് നമുക്കൊരു 2 വർഷത്തേക്ക് അതുപോലെ ഉപയോഗിക്കാൻ പറ്റും. പ്ലാസ്റ്റിക് അടുത്ത വർഷം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ അടുത്ത വർഷം ഈ മോഡലല്ലേ, ഇത് വലിച്ചു മാറ്റിയിട്ട് വേറെ കളർ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അത് ശരി. ഇതല്ല നമുക്ക് മാറി കളയുകയും വേണ്ട. വാടി കഴിയുമ്പോഴത്തേക്ക് അല്ലെ ആര് കയറി ചവിട്ടിയാലും ഇപ്പൊ നമ്മളിപ്പോ ഈ പണ്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ നാട്ടുമ്പുറത്തൊക്കെ ആ പൂക്കളാണ് ശരിക്കും ഇടേണ്ടത്. അതൊന്നും ഇപ്പൊ നിലവിലില്ലല്ലോ. അതറിയോ ചേട്ടൻ? അങ്ങനെ കുട്ടിക്കാലത്ത് അങ്ങനെ കുട്ടിക്കാലം മാത്രമല്ല, നമ്മള് ചില വർക്കിന്റെ ഭാഗമായിട്ട് അത് തന്നെ തപ്പിയെടുത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ഇപ്പൊ തൃപ്പൂണിത്തറയിലൊക്കെ ചെല്ലുമ്പോൾ അവർ ആ തൃപ്പൂണിത്തറ എന്ന് പറഞ്ഞ തൃക്കാക്കര അത് കറക്റ്റായിട്ട് അവർ ഓർഡറിലാണ് പോകുന്നത്. തുമ്പപ്പൂ നടുക്ക്, കാക്കപ്പൂ രണ്ടാമത്, അങ്ങനെ ലാസ്റ്റാണ് ഗ്രീൻ പച്ച ഇല വരുന്നതൊക്കെ. അവർ ആ ഓർഡറിൽ ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ ഇപ്പൊ തോന്നുന്ന പോലെ പൂ മേടിച്ചിട്ട് വരച്ചിട്ട് എണ്ണയിൽ കാട്ടിക്കൂട്ടി വെക്കുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, ഇതുപോലെ ഒരു പൂ ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ വീട്ടിലിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ വിലയാവും? പിന്നെ കിലോ. മാത്രമല്ല, ഇതുപോലൊരു അത്തപ്പൂക്കളം നമ്മൾ വീട്ടിലൊക്കെ ഇടണമെങ്കിൽ എത്ര രൂപ വില വരും? എങ്ങനെ കളിച്ച് 2000-2500 രൂപയുടെ പൂ മേടിച്ചാലേ ഉള്ളൂ ഇത്ര വലിപ്പത്തിലല്ലേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അതെ, അതും വളരെ ചുരുക്കി ഇടാൻ പറ്റത്തുള്ളൂ. ഇത്ര കനത്തിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ ഇത് കിട്ടത്തില്ല. കളറ് കിട്ടത്തില്ല. കാരണം അത് ഒരു കുറച്ച് ടൈമിലേക്കൊക്കെ ഉള്ളു. മറ്റേ പൂവെന്ന് പറഞ്ഞാൽ മാടി പോവുകയും ചെയ്യും. നമ്മൾ അതുപോലെ വെയിലൊന്നും അടിക്കാതെയൊക്കെ വെക്കണം. അതാണ്. ചേട്ടനൊരു ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്ന ആളല്ലേ, ഇതൊരു വരുമാനമാക്കി മാറ്റിയിട്ടുണ്ടോ? അങ്ങനെ ഓർഡർ അങ്ങനെയില്ല. ഇപ്പൊ ഫേസ്ബുക്കിൽ വഴിയൊക്കെ ഞാൻ വാട്സപ്പ് വഴിയൊക്കെ ഇടുമ്പോൾ ചിലർ വിളിച്ചിട്ട് പറയും പോലെ ചെയ്ത് തരാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഓർഡറായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്രശ്നം, നമ്മൾ ടൈമും ഇല്ല. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ വേറെ ഏതായാലും അടിപൊളിയാണ് ഈ അത്തപ്പൂക്കളം. നമ്മൾ ഈ പൂക്കൾ കൊണ്ട് ഇടുന്ന അത്ര ഫീല് കിട്ടത്തില്ലെങ്കിലും ഈ ഒരു റെഡിമെയ്ഡ് സ്റ്റൈലുള്ള ഈ പൂക്കളം നല്ല അടിപൊളിയാണ്. അയ്യത്തേട്ടൻ്റെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും ഒറ്റ നോട്ടത്തിൽ ഒറിജിനൽ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച അത്തപ്പൂക്കളമാണെന്നേ പറയുള്ളൂ. പക്ഷേ അങ്ങനെ അല്ല. അയ്യത്തേട്ടൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആർക്കും ഇത് ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹം തയ്യാറാണ്. ഒരു കലാകാരൻ കൂടിയാണ്. ആർക്ക് വേണമെങ്കിലും ഇപ്പം പറയാം. ഇനി 2 ദിവസം കൂടി ഉള്ളൂ തിരുവോണത്തിന്. അതിന് മുൻപേ ഓർഡർ ചെയ്തോളുക. അദ്ദേഹം ഇത് ഉണ്ടാക്കിയല്ലേ റെഡിയാക്കി നമുക്ക് തരുന്നതായിരിക്കും. ഏതായാലും വളരെ സന്തോഷകരമായ ഒരു അത്തപ്പൂക്കളത്തിൻ്റെ സ്റ്റോറി ചെയ്യാൻ വന്നപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കളം ഇടുന്ന അജിത്ത് പുതുപ്പള്ളിയെ പരിചയപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഓണാശംസകൾ നേരുന്നു. താങ്ക് യു. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ്.